ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2024 റിലീസായിട്ടുള്ള ആനന്ദ് ശ്രീബാൽ എന്ന മലയാളം മൂവിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണിത്. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ ജോയ് എന്നൊരാളും ഭാര്യയും കൂടെ അവരുടെ മകൾ മെറിനെ കാണാനില്ലെന്ന് സൗത്ത് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെല്ലുന്നത് കാണിക്കുന്നു. പക്ഷെ അവരുടെ അഡ്രസ്സ് ചോദിക്കുമ്പോൾ വീട് നോർത്ത് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് അവിടെ ചെന്ന് പരാതി പറയാൻ കോൺസ്റ്റബിൾ അവരോട് പറയുന്നു. ഇത് കേട്ട് ആ ദമ്പതിമാര് നേരെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവരുടെ കൂടെ മെറിന്റെ ഹോസ്റ്റൽ വാർഡനും ഉണ്ടായിരുന്നു. നോർത്ത് സ്റ്റേഷനിലെ പോലീസുകാരോട് അവരെ മെറിനെ കുറിച്ച് പറയുന്നു. മെറിൻ ലോ കോളേജിലാണ് പഠിച്ചിരുന്നത്. സാധാരണ 7 മണിക്ക് തന്നെ ഹോസ്റ്റലിൽ വരുന്നതാണ്. ഇനി അഥവാ താമസിക്കുകയാണെങ്കിൽ വിളിച്ചു പറയുകയും ചെയ്യും. പക്ഷെ ഇന്ന് 7 മണി കഴിഞ്ഞിട്ട് കാണാതായപ്പോൾ വിളിച്ചു നോക്കിയെങ്കിലും മെറിന്റെ ഫോണും ഓഫായിരുന്നു. ഇതെല്ലാം കേട്ട ശേഷം പോലീസുകാരൻ വാർഡനോട് ഹോസ്റ്റൽ എവിടെയാണെന്ന് ചോദിക്കുന്നു. അവർ സ്ഥലം പറഞ്ഞതും അത് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധിയിലല്ലെന്നും സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടതെന്നും ആ പോലീസുകാരൻ അവരോട് പറയുന്നു. ഇത് കേട്ടതും വാർഡൻ പോലീസുകാരനോട് ചൂടാകുന്നു. മെറിനെ കാണാതായിട്ട് ഇപ്പൊ തന്നെ 3 മണിക്കൂറായി. എന്നിട്ടും അവൾ എവിടെയെന്ന് അന്വേഷിക്കാതെ അനാസ്ഥ കാണിക്കുന്ന പോലീസുകാരെ വാർഡൻ വഴക്ക് പറയുന്നു. ശേഷം അവര് അവിടെ നിന്ന് സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടുത്തെ CI ബെന്നിയോടാണ് അവര് മെറിനെ കാണാനില്ലെന്ന് പറയുന്നത്. മറ്റു 2 സ്റ്റേഷനിലെ പോലീസുകാരെ അപേക്ഷിച്ച് സൗമ്യതയോടെയാണ് ബെന്നി അവരോട് ഇടപെടുന്നത്. കൺട്രോൾ റൂമിൽ ഇൻഫോം ചെയ്യാനും മെറിന്റെ ഫോട്ടോ സ്പ്രെഡ് ചെയ്ത് അന്വേഷിക്കാനും ബെന്നി SIയോട് പറയുന്നു. ഒപ്പം അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൂടി ഒന്ന് അന്വേഷിക്കാൻ ബെന്നി SIയോട് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് ബെന്നി ഉറക്കം എണീക്കുന്നത്. സ്റ്റേഷനിൽ നിന്നും SI ആയിരുന്നു കോൾ ചെയ്തത്. കായലിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് SI ബെന്നിയെ അറിയിക്കുന്നു. കേട്ടിടത്തോളം മെറിന്റെ ഡീറ്റെയിൽസുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ടെന്നും SI അറിയിക്കുന്നു. മെറിന്റെ പേരൻസിനെ വിവരം അറിയിച്ചോ എന്ന് ബെന്നി ചോദിക്കുമ്പോൾ അവർ സ്റ്റേഷനിൽ തന്നെ ഉണ്ടെന്നും അതുകൊണ്ട് സാർ ഇവിടെ വരെ വരുമോ എന്നും SI ബെന്നിയോട് ചോദിക്കുന്നു. സ്റ്റേഷനിലെത്തിയതും മെറിന്റെ അമ്മയെ കൂട്ടാതെ ജോയിയെയും കൂട്ടി ബെന്നി കായൽക്കരയിലേക്ക് പോകുന്നു. എവിടേക്കാണ് പോകുന്നതെന്ന് പറയാതെയാണ് ബെന്നി ജോയിയെ കൂടെ കൊണ്ടുപോകുന്നത്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുന്നതും ബോഡി കിട്ടിയതിനെ കുറിച്ച് വയർലെസ് മെസ്സേജ് വരുന്നത് ജോയിയും കേൾക്കുന്നു. ഇത് കേട്ടതും ജോയിക്ക് അല്പം പേടി തോന്നുന്നു. കായൽക്കരയിൽ കിടത്തിയിരിക്കുന്ന മെറിന്റെ ബോഡി കാണുന്നതും ആ അച്ഛൻ പാടെ തളർന്നു പോകുന്നു. പിന്നീട് മെറിന്റെ മരണാനന്തര ചടങ്ങുകളാണ് കാണിക്കുന്നത്. മെറിന്റെ മരണം ഒരു സൂയിസൈഡ് ആണെന്ന് പോലീസ് കണ്ടെത്തുന്നു. ഒപ്പം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് മെറിന്റെ കാമുകൻ റോണി സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടാകുന്നത് പോലെ സാധാരണ പ്രശ്നങ്ങളെ താനും മെറിനും തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് റോണി മറുപടി പറയുന്നു. പക്ഷെ മെറിൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ലെന്ന് ജോയ് മാധ്യമങ്ങളോട് പറയുന്നു. മാത്രമല്ല, കാണാതായ ദിവസം പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥയുണ്ടായെന്നും അവരെ കൃത്യസമയത്ത് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരിക്കലും തന്റെ മകൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നെന്നും ജോയ് പറയുന്നു. പിന്നീട് ജോയിയുടെ പരാതിയിന്മേൽ മെറിന്റെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ഉത്തരവാകുന്നു. പക്ഷെ അവർക്കും മെറിന്റെ മരണത്തിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനാവുന്നില്ല. മാസങ്ങൾ പിന്നിട്ടതോടെ മാധ്യമങ്ങളും ജനങ്ങളും മെറിന്റെ കേസ് മറന്നു തുടങ്ങുന്നു. നെക്സ്റ്റ് സീനിൽ ശ്രീബാല എന്നൊരു പെൺകുട്ടി അവൾ ബുക്ക് ചെയ്ത ക്യാബാണെന്ന് തെറ്റിദ്ധരിച്ച് മറ്റൊരു ക്യാബ് കയറുന്നത് കാണിക്കുന്നു. OTP പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവൾക്ക് അബദ്ധം മനസ്സിലാകുന്നത്. ആ ക്യാബിന്റെ ഡ്രൈവർ മെറിന്റെ കാമുകനായ റോണി ആയിരുന്നു. ശേഷം ശ്രീബാല അവൾ വർക്ക് ചെയ്യുന്ന ന്യൂസ് ചാനലിലേക്ക് പോകുന്നത് കാണിക്കുന്നു. ചാനൽ ക്രൈം ഫയൽസ് എന്ന് പ്രോഗ്രാം ചെയ്യുന്നത് ശ്രീബാലയായിരുന്നു. അതിന്റെ നെക്സ്റ്റ് എപ്പിസോഡിന്റെ പ്ലാനിനെ കുറിച്ച് ശ്രീ സീനിയറുമായിട്ട് സംസാരിക്കുന്നു. 6 മാസങ്ങൾക്ക് മുമ്പ് മരിച്ച മെറിന്റെ സ്റ്റോറി ചെയ്യാനാണ് ശ്രീ പ്ലാൻ ചെയ്യുന്നത്. സൂയിസൈഡ് എന്ന് പറഞ്ഞ കേസ് ക്ലോസ് ചെയ്തെങ്കിലും അത് വേറെ ആത്മഹത്യയല്ലെന്ന് സംശയിക്കും വിധം പല സംഭവങ്ങളും ആ കേസിലുണ്ടെന്ന് ശ്രീ സീനിയറിനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോലീസ് ക്ലോസ് ചെയ്ത കേസ് വീണ്ടും അന്വേഷിക്കാൻ ഒരു ഡിറ്റക്റ്റീവിനെ ഏൽപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് സീനിയർ കളിയാക്കി ചോദിക്കുമ്പോൾ അങ്ങനെ ഒരാൾ തന്റെ പക്കലുണ്ടെന്ന് ശ്രീ മറുപടി പറയുന്നു. ശേഷം നമ്മളെ ശ്രീയുടെ കാമുകൻ ആനന്ദ് ശ്രീബാലയെ കാണിക്കുന്നു. കേരള പോലീസിന്റെ കേസ് ഫയൽസ് സൂക്ഷിക്കുന്ന ഓഫീസിൽ നിന്ന് ചില കേസ് ഫയൽസ് തപ്പിയെടുത്ത് ആനന്ദ് ഐസക്കിനെ ഏൽപ്പിക്കുന്നു. പണ്ടൊരു കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അപകടം പറ്റിയതിനു ശേഷം ഐസക്കാണ് ആ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മറ്റൊരു പോലീസ് ഓഫീസറായ പ്രദീപിന് വേണ്ടിയാണ് ഐസക് ആനന്ദിനെ കൊണ്ട് ചില കേസ് ഫയൽസ് തപ്പിയെടുപ്പിക്കുന്നത്. ഫയലുകൾ തപ്പിയെടുപ്പിക്കുന്നതിനൊപ്പം പ്രദീപിന്റെ കേസിനെ കുറിച്ചുള്ള സ്വന്തം നിഗമനം കൂടെ ആനന്ദ് അവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഇത് കേട്ടതും ആനന്ദ് ആരാണെന്ന് പ്രദീപ് ഐസക്കിനോട് തിരക്കുന്നു. പണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ ശ്രീബാലയുടെ മകനാണ് ആനന്ദ് എന്ന് ഐസക് മറുപടി പറയുന്നു. നിലവിൽ പോലീസിലേക്കുള്ള ടെസ്റ്റ് എഴുതിയിട്ട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ ഓഫീസിൽ വന്ന് പല കേസ് ഫയലുകളുടെയും കാര്യത്തിൽ ഐസക്കിനെ അവന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. മാത്രമല്ല, ഐസക്കിന് ആനന്ദ് ഒരു മകനെ പോലെയാണ്. പോലീസ് ജോലി കിട്ടുന്നത് വരെ തൽക്കാലം ഒരു ജോലിക്കായി ആനന്ദ് പല ഇന്റർവ്യൂകളും പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ അമ്മയെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്റർവ്യൂവർ പറയുന്നത്. പക്ഷെ അമ്മയെക്കുറിച്ച് സംസാരിക്കണമെന്ന് കേട്ടതും ആനന്ദ് ആകെ ടെൻഷൻ ആകുന്നു. ഈ സമയം അവന്റെ തൊട്ടടുത്ത് അവന്റെ അമ്മ ഉള്ളതായി നമ്മളെ കാണിക്കുന്നു. അവൻ അമ്മയുടെ നേരെ നോക്കി വിളിക്കുമ്പോൾ കാണുന്നവർക്ക് അവൻ ശൂന്യതയിലേക്ക് നോക്കി വിളിക്കുന്നതായിട്ടാണ് തോന്നുന്നത്.
മോൻ പേടിക്കാതെ മറുപടി പറയാൻ അമ്മ പറയുമ്പോൾ തന്റെ അമ്മ 15 വർഷം മുമ്പ് മരിച്ചു പോയതാണെന്ന് ആനന്ദ് ഇന്റർവ്യൂവറിനോട് പറയുന്നു. പക്ഷെ ആനന്ദിന് വിചിത്രമായിട്ടുള്ള പെരുമാറ്റം കാരണം അവൻ ആ ജോലിയും കിട്ടുന്നില്ല. ശേഷം അവൻ ഈ കാര്യങ്ങളൊക്കെ ഐസക്കിനോട് ശ്രീബാലയോട് സംസാരിക്കുന്നു. നീ ആ ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്ത അമ്മയെക്കുറിച്ചുള്ള ഹാലുസിനേഷൻ ഒക്കെ മാറില്ലേ എന്ന് ശ്രീബാല ആനന്ദിനോട് ചോദിക്കുന്നു. പക്ഷെ അമ്മയെ എന്നിൽ നിന്ന് അകറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് എനിക്ക് വേണ്ടെന്ന് ആനന്ദ് മറുപടി പറയുന്നു. സ്വന്തം അമ്മയുടെ അതേ പേരുള്ളതുകൊണ്ടാണ് ശ്രീബാലയെ അവൻ ഇഷ്ടപ്പെടുന്നത് പോലും. പോലീസ് ജോലി കിട്ടുന്നത് വരെ തനിക്കൊരു താൽക്കാലിക ജോലി വേണമെന്ന് ആനന്ദ് പറയുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ ഏർപ്പാടാക്കി തരാമെന്ന് ശ്രീബാല മറുപടി പറയുന്നു. തൽക്കാലത്തേക്ക് എന്റെ കൂടെ ടെക്നിക്കൽ അസിസ്റ്റന്റായി ജോലി ചെയ്തോളാൻ ശ്രീ പറയുമ്പോൾ ആനന്ദും അതിന് സമ്മതിക്കുന്നു. പിറ്റേ ദിവസം ശ്രീയും ആനന്ദും ക്യാമറാമാൻ ആൽവിന്റെ ഒപ്പം മെറിന്റെ വീട്ടിൽ പോകുന്നത് കാണിക്കുന്നു. മെറിൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ലെന്ന് ജോയ് അവരോട് പറയുന്നു. മെറിനെ കാണാതായ ദിവസത്തെ വിവരങ്ങളെല്ലാം ശ്രീ മെറിന്റെ പേരൻസിനോട് ചോദിച്ചു മനസ്സിലാക്കുന്നു. കാണാതായ ദിവസം ഉച്ചയ്ക്ക് മെറിൻ അമ്മയെ വിളിച്ച് റിസൾട്ട് വന്നെന്നും അവൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നും പറഞ്ഞിരുന്നു. മൺഡേ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഈ വീക്കെൻഡ് പപ്പയും അമ്മയും ഇവിടേക്ക് വരണമെന്നും നമുക്ക് ഇവിടെ പുറത്തൊക്കെ പോകാമെന്നും മെറിൻ പറഞ്ഞിരുന്നു. ലാസ്റ്റ് മൊബൈൽ ചാർജ് കുറവാണെന്ന് പറഞ്ഞാണ് അവൾ കോള് കട്ടാക്കുന്നത്. പിന്നീട് വൈകുന്നേരം വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഹോസ്റ്റലിൽ വിളിക്കുകയും മെറിൻ ഹോസ്റ്റലിൽ വന്നിട്ടില്ലെന്ന് വാർഡൻ അവരെ അറിയിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ആനന്ദിന് പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്ത് അവൻ അവിടെ നിന്ന് അല്പം മാറി നിൽക്കുന്നു. അത് മെറിന്റെ റൂമായിരുന്നു. ആനന്ദ് ആ മുറി പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഇൻഹേലർ കിട്ടുന്നു. മാത്രമല്ല ജനലിലൂടെ നോക്കുമ്പോൾ അല്പം മാറി ഒരു നദിയും കാണുന്നു. ശേഷം ആനന്ദ് മെറിന്റെ പേരൻസിന്റെ അടുത്ത് അവൾ ഒരു ആസ്മ പേഷ്യന്റ് ആയിരുന്നു എന്നും മെറിന് നീന്തൽ അറിയാവോ എന്നും ചോദിക്കുന്നു. 8 വയസ്സ് മുതലേ മെറിൻ ഒരു ആസ്മ പേഷ്യന്റ് ആയിരുന്നു. പക്ഷെ അവൾക്ക് വെള്ളം പേടിയായിരുന്നതുകൊണ്ട് നീന്തൽ പഠിച്ചിട്ടില്ല. ഇത് കേട്ടതും മെറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അന്നത്തെ FIRന്റെ കോപ്പിയും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് തരുവോ എന്ന് ആനന്ദ് ജോയിയോട് ചോദിക്കുന്നു. ശേഷം അവൻ അത് രണ്ടും വിശദമായിട്ട് വായിച്ചു നോക്കുന്നു. ഈ സമയം ആനന്ദിന്റെ അമ്മ അവന്റെ അടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്യുന്നു. റിപ്പോർട്ട് രണ്ടും വായിച്ച ശേഷം മെറിൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്തതല്ലെന്നും ഇതൊരു കൊലപാതകമാണെന്നും ആനന്ദ് മെറിന്റെ പേരൻസിനോട് പറയുന്നു. ഇത് കേട്ടതും അവരാകെ ഷോക്കാവുന്നു. പിന്നീട് ആനന്ദ് ഐസക്കിനോട് ശ്രീയോടും അവന്റെ കണ്ടെത്തലുകൾ പറഞ്ഞു കൊടുക്കുന്നു. FIR പ്രകാരം വെള്ളത്തിൽ ചാടി 12 മണിക്കൂറിന് ശേഷമാണ് കൊച്ചി വാർഫിൽ നിന്ന് മെറിന്റെ ബോഡി കിട്ടുന്നത്. പക്ഷെ 12 മണിക്കൂർ വെള്ളത്തിൽ കിടന്നതിന്റെ യാതൊരു മാറ്റവും ആ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല വെള്ളത്തിൽ മുങ്ങിമരിച്ച മെറിന്റെ വയറ്റിൽ വെറും 150 ml വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി സൈക്കോളജിക്കലി നോക്കിയാലും മെറിന്റേതൊരു സൂയിസൈഡ് അല്ലെന്ന് പറയാൻ സാധിക്കും. 8 വയസ്സ് മുതൽ ആസ്മയുള്ള വെള്ളം പേടിയുള്ള ഒരു പെൺകുട്ടി എടപ്പാളിയിൽ നിന്ന് ബസ് പിടിച്ച് ഗോശ്രീ പാലവും കടന്ന് 2ാം പാലത്തിന്റെ ഏറ്റവും അറ്റത്ത് ചെന്ന് വെള്ളത്തിലേക്ക് ചാടുക എന്നത് ലോജിക്കലി പോസിബിൾ അല്ല. ഇത് കേട്ടതും സൂയിസൈഡ് ചെയ്യാൻ പോകുന്നവർ ലോജിക്ക് നോക്കിയാണോ അത് ചെയ്യുന്നതെന്ന് ചോദിച്ച് ശ്രീ അവനെ കളിയാക്കുന്നു. പക്ഷെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെട്ട പലരോടും താൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് ആനന്ദ് മറുപടി പറയുന്നു. മനസ്സേറ്റവും കോൺഷ്യസ് ആയ സമയത്താണ് അവർ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവരതിന് തയ്യാറാകുന്നത്, അല്ലാതെ ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല. അന്ന് രാത്രി ശ്രീയാണ് ആനന്ദിനെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നത്. അപ്പോഴും ആനന്ദിന്റെ ചിന്ത മെറിന്റെ മരണത്തെക്കുറിച്ചായിരുന്നു. മെറിന്റെ മരണം അന്വേഷിക്കുന്നത് ക്രൈം ഫയൽസിന്റെ ഒരു എപ്പിസോഡ് ചെയ്യാനാണെന്നും അതിൽ കൂടുതൽ ആ കേസുമായിട്ട് ഇൻവോൾവ് ആവരുതെന്നും ശ്രീ അവനോട് പറയുന്നു. ശേഷം അന്ന് വീട്ടിലെത്തിയതും ആനന്ദ് വീണ്ടും അവന്റെ അമ്മയുമായിട്ട് സംസാരിക്കുന്നു. മെറിന്റെ മരണത്തിന് പിന്നിലെ സത്യം കണ്ടെത്താനുള്ള നിയോഗം നിനക്കാണെങ്കിൽ അതിനുള്ള വഴികൾ താനേ നിന്നിലേക്ക് വരുമെന്നും അതുവരെ ശ്രീ പറയുന്നത് അനുസരിക്കണമെന്നും അമ്മ അവനോട് പറയുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ശ്രീയും ആനന്ദും കൂടെ മെറിനുമായിട്ട് ബന്ധപ്പെട്ട പലരെയും പോയി കണ്ട് തെളിവുകൾ ശേഖരിക്കുന്നത് കാണിക്കുന്നു. പോലീസ് FIRൽ മെറിൻ ആദ്യം ഗോശ്രീ 1ാം പാലത്തിൽ നിന്ന് ചാടിയെന്നും പിന്നീട് തിരുത്തി 2ാം പാലത്തിൽ നിന്ന് ചാടി സൂയിസൈഡ് ചെയ്തെന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് മെറിന്റെ ഡീറ്റെയിൽസ് ശേഖരിക്കുന്നതിനൊപ്പം ആനന്ദ് പോലീസ് ആകാനുള്ള റിട്ടേൺ ടെസ്റ്റും ഫിസിക്കലും പാസ്സാകുന്നത് കാണിക്കുന്നു. ശേഷം മെറിനെ കുറിച്ച് ചോദിക്കാനായി ശ്രീയും ടീമും അവരുടെ പള്ളിയിലച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. മെറിൻ അവളുടെ കാമുക റോണിയെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെറിനും റോണിക്ക് ജോലി ശരിയായ ശേഷം കാര്യങ്ങൾ അച്ഛൻ വേണം മാതാപിതാക്കളെ അറിയിക്കാനെന്നും മെറിൻ പറഞ്ഞിരുന്നു. റോണിയെ ഒരിക്കൽ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് അതിനു മുമ്പേ മെറിൻ പോയെന്നും ഫാദർ പറയുന്നു. മെറിൻ മരണപ്പെട്ട ശേഷം റോണി ഇടയ്ക്ക് വന്ന് കുഴിമാടത്ത് തിരി കത്തിക്കാറുണ്ടെന്നും ഫാദർ അവരോട് പറയുന്നു. ശേഷം അവർ റോണിയെ കാണാൻ പോകുന്നെങ്കിലും ഞാൻ ഓൾറെഡി ഇതിന്റെ പേര് കുറെ അനുഭവിച്ചെന്നും ഇനി അതിനെക്കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞ് റോണി ഒഴിഞ്ഞു മാറുന്നു. ഇനി ചിലപ്പോൾ റോണിയുമായിട്ടുള്ള പ്രശ്നം കാരണം തന്നെയാണോ മെറിൻ സൂയിസൈഡ് ചെയ്തതെന്ന് ശ്രീ ആനന്ദിനോട് ചോദിക്കുന്നു. പക്ഷെ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയേക്കാളും പുൽവാമ ദിനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ലോ സ്റ്റുഡന്റ് ഒരിക്കലും ബോയ് ഫ്രണ്ടുമായിട്ട് പിണങ്ങി സൂയിസൈഡ് ചെയ്യില്ലെന്ന് ആനന്ദ് മറുപടി പറയുന്നു. പിന്നീട് മെറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കൂടെ പഠിച്ചവർ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അവൾ പലരുടെയും കൂടെ പോകാറുണ്ടെന്നും വൃത്തികെട്ട സ്വഭാവമായിരുന്നെന്നും ചിലർ പറയുന്നു. കാണാതായ ദിവസം ഞങ്ങളുടെ എല്ലാ റിസൾട്ട് ഫോണിൽ നോക്കി തന്നത് മെറിൻ ആയിരുന്നെന്ന് മറ്റു ചില കൂട്ടുകാരികൾ പറയുന്നു. അന്നത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് മെറിൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല. മാത്രമല്ല കോളേജ് വെച്ചിടയ്ക്ക് റോണി മെറിനുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവളുടെ ഫ്രണ്ട്സ് പറയുന്നു.
പിന്നീട് അവർ മെറിന്റെ കേസ് ആദ്യം അന്വേഷിച്ച ബെന്നി എന്ന പോലീസുകാരനെ കാണാൻ പോകുന്നു. എഫ്ഐആറിൽ മെറിൻ ചാടിയ പാലത്തെക്കുറിച്ചുള്ള കൺഫ്യൂഷനെ കുറിച്ച് ആനന്ദ് ബെന്നിയോട് ചോദിക്കുന്നു. മെറിൻ ഒന്നാം പാലത്തിലൂടെ നടക്കുന്നത് കണ്ടെന്ന് ഒരു സാക്ഷി പറഞ്ഞ അനുസരിച്ചാണ് ഒന്നാം പാലത്തിൽ നിന്നാണ് ചാടിയെന്ന് ആദ്യം എഴുതിയത്. പക്ഷെ ബോഡി കിട്ടിയ സ്ഥലം വെച്ച് നോക്കിയാൽ മെറിൻ രണ്ടാം പാലത്തിൽ നിന്ന് ചാടിയതാകണമെന്നാണ് അവിടുത്തെ ഫിഷർമാനും ലോക്കൽസും ഒക്കെ പറഞ്ഞത്. മാത്രമല്ല ഒന്നാം പാലത്തിന്റെ അടിയിൽ നിറയെ ചെളിയാണ്. അവിടെ നിന്നാണ് ചാടിയതെങ്കിൽ ബോഡി ചെളിയിൽ തന്നെ പുതഞ്ഞു പോയേനെ. അതുകൊണ്ടാണ് മെറിൻ രണ്ടാം പാലത്തിൽ നിന്നാണ് ചാടിയതെന്ന് പിന്നീട് തിരുത്തി എഴുതിയത്. പക്ഷെ ചാടാൻ പോകുന്ന മെറിന് ഒന്നാം പാലത്തിന്റെ അടി ചെളിയാണെന്ന് അറിയില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഒന്നാം പാലത്തിൽ നിന്ന് ചാടാതെ രണ്ടാം പാലത്തിൽ നിന്ന് ചാടിയതെന്ന് ആനന്ദ് ചോദിക്കുന്നു. ഇതൊന്നും അന്വേഷിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ലെന്നും അതിനു മുന്നേ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നും ബെന്നി മറുപടി പറയുന്നു. ഇതൊന്നും TV റിപ്പോർട്ട് ചെയ്യില്ലെന്നും ഐസക് സാറിനോടുള്ള ബന്ധം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതെന്നും ബെന്നി അവരോട് പറയുന്നു. ശേഷം മെറിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച തെളിവുകൾ വെച്ച് ശ്രീ സ്റ്റോറി തയ്യാറാക്കി സീനിയറിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. സ്റ്റോറി നന്നായിട്ടുണ്ടെന്നും പക്ഷെ എൻഡിങ് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമെന്നും സീനിയർ സജസ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി മെറിന്റെ സൂയിസൈഡ് കൊലപാതകമെന്ന് സംശയിപ്പിക്കുന്ന ആനന്ദിന്റെ ഫൈൻഡിങ്സ് കൂടെ സ്റ്റോറിയിലെ എൻഡിങ്ങിൽ ഉൾപ്പെടുത്താൻ ശ്രീ തീരുമാനിക്കുന്നു. ആ പോർഷൻ ആനന്ദ് പറയുന്നതായി അവനെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ചാനൽ ഈ സ്റ്റോറി ടെലികാസ്റ്റ് ചെയ്യുന്നു. അന്ന് രാത്രി 3 സ്റ്റേഷനുകൾ കയറി ഇറങ്ങിയിട്ടാണ് മെറിന്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായത്. മെറിൻ സൂയിസൈഡ് ചെയ്യാൻ ചാടിയത് ഒന്നാം പാലത്തിൽ നിന്നാണെന്നും പിന്നീടത് രണ്ടാം പാലത്തിൽ നിന്നാണെന്നും എഫ്ഐആറിൽ തിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല മെറിൻ അവസാനം പറഞ്ഞ CCTV ഫുട്ടേജിൽ അവളുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങളും ഷാളും ബാഗും ഒക്കെ അവളുടെ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം കേസ് കൊലപാതകമെന്ന് സംശയിക്കുന്ന ആനന്ദിന്റെ ഫൈൻഡിങ്സും അതിൽ പറയുന്നു. ഈ കേസ് അന്വേഷിച്ച കേരള പോലീസിന് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് ആനന്ദ് പറയുന്നിടത്താണ് സ്റ്റോറി അവസാനിക്കുന്നത്. ഈ സ്റ്റോറി ടെലികാസ്റ്റ് ചെയ്യുന്നതോടെ മെറിന്റെ കൊലപാതകം വീണ്ടും ചർച്ചയാവുന്നു. DYSP ശങ്കർ ഉൾപ്പെടെയുള്ള പോലീസുകാർ ഈ ടെലികാസ്റ്റ് കാണുന്നുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കമ്മീഷണർ ശങ്കറിനെ വിളിപ്പിക്കുന്നു. മെറിന്റെ കേസിൽ പുനരന്വേഷണം വേണമെന്ന പേരൻസിന്റെ ഹർജിയിൽ കോടതി ഉത്തരവായിട്ടുണ്ട്. അതുകൊണ്ട് 14 ദിവസത്തിനുള്ളിൽ പുനരന്വേഷണം നടത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് കമ്മീഷണർ ഉത്തരവിടുന്നു. സൂയിസൈഡ് ആണെന്ന് കണ്ടെത്തിയ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ശങ്കറിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ശേഷം ശങ്കർ മെറിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടറിനെ കാണാനായിട്ട് പോകുന്നു. അപ്പോഴാണ് മെറിന്റെ സ്റ്റോറി ചെയ്ത ആനന്ദ് അവിടെ മെഡിക്കൽ എടുക്കുന്നുണ്ടെന്ന് ശങ്കർ അറിയുന്നത്. അങ്ങനെ ശങ്കർ ആനന്ദിനെ കാണാൻ ചെല്ലുന്നു. മെറിന്റെ കേസ് ആനന്ദ് വിചാരിക്കുന്ന പോലെ കൊലപാതകമൊന്നും അല്ലെന്നും അത് വെറും സൂയിസൈഡ് ആണെന്നും ശങ്കർ ആനന്ദിനോട് പറയുന്നു. ശേഷം ശങ്കർ ആനന്ദിനോട് അവന്റെ ഫാമിലിയെ കുറിച്ച് അന്വേഷിക്കുന്നു. പക്ഷെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നതും ആനന്ദ് ആകെ ഡൗൺ ആവുന്നു. ഈ സമയം അമ്മ ആനന്ദിന്റെ അടുത്ത് വന്ന് നീ പേടിക്കാതെ ധൈര്യമായിട്ട് മറുപടി കൊടുക്കാൻ പറയുന്നു. ഈ സമയം ആനന്ദ് ഒരു കൈകൊണ്ട് അമ്മയുടെ കൈ പിടിക്കുന്ന പോലെ പിടിച്ചിട്ട് കോൺഫിഡൻസോടെ മറുപടി പറയുന്നു. ആനന്ദിന്റെ ഈ പ്രവൃത്തി കണ്ടതും ശങ്കറിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. ആനന്ദിന് ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും 4 വർഷത്തോളം അവൻ അതിന് മരുന്ന് കഴിച്ചിട്ടുണ്ടെന്നും ഒക്കെ ശങ്കർ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടെ ആനന്ദിന് മെഡിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ കഴിയുന്നില്ല. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഐസക് ശങ്കറിനെ കണ്ട് സംസാരിക്കുന്നു. പക്ഷെ ആനന്ദ് ചാനലിൽ സംസാരിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് ശങ്കർ സംസാരിക്കുന്നത്. ആനന്ദ് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത വർഷം ഒന്നുകൂടി ശ്രമിക്കട്ടെ എന്ന് ശങ്കർ പറയുന്നു. ഇതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ശങ്കറിനെ കാത്ത് ആനന്ദ് നിൽപ്പുണ്ടായിരുന്നു. ഈ ജോലി തന്റെ സ്വപ്നമാണെന്നും ഇത് തനിക്ക് നഷ്ടപ്പെടുത്തരുതെന്നും ആനന്ദ് റിക്വസ്റ്റ് ചെയ്യുന്നെങ്കിലും ശങ്കർ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നിന്റെ അമ്മയെ ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കാൻ ആനന്ദിനോട് കളിയാക്കി പറഞ്ഞ് ശങ്കർ അവിടെ നിന്ന് പോകുന്നു. ശേഷം അന്ന് രാത്രി ഇതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആനന്ദിന്റെ അടുത്ത് അവന്റെ അമ്മ വന്ന് സംസാരിക്കുന്നു. ഞാൻ കൂടെയുള്ളത് കൊണ്ടാണ് എന്റെ മോന് പരാജയങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അമ്മ ഇവിടെ നിന്ന് പൊക്കോട്ടെ എന്ന് ശ്രീബാല അവനോട് ചോദിക്കുന്നു. പക്ഷെ ആനന്ദ് അതിന് സമ്മതിക്കുന്നില്ല. അമ്മയില്ലാതെ തനിക്ക് ജീവിക്കാനാവില്ലെന്ന് ആനന്ദ് കരഞ്ഞുകൊണ്ട് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്റെ മോൻ ഇനി ഒരിക്കലും കരയരുതെന്ന് അമ്മ അവനോട് പറയുന്നു. കളിയാക്കിയവരുടെ മുമ്പിൽ ഈ കേസ് തെളിയിച്ച് നീ തലയോർത്ത് നിൽക്കണമെന്നും അമ്മ അവനോട് പറയുന്നു. ശേഷം ആനന്ദ് ശങ്കറിനെ കോൾ ചെയ്യുന്നു. മെറിന്റെ മരണം സൂയിസൈഡ് ആണെന്ന് നിങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന അതേ ദിവസം അതൊരു കൊലപാതകമാണെന്നതിന്റെ തെളിവുകൾ ഞാൻ പബ്ലിക്കിന് കൊടുക്കുമെന്ന് ആനന്ദ് വെല്ലുവിളിക്കുന്നു. ശങ്കർ ആ വെല്ലുവിളി സ്വീകരിക്കുന്നു. കേരള പോലീസ് ആണോ ആനന്ദ് ശ്രീബാലയാണോ ജയിക്കുന്നതെന്ന് നോക്കാമെന്ന് ശങ്കർ ആനന്ദിനോട് പറയുന്നു. നെക്സ്റ്റ് ഡേ ശങ്കർ കമ്മീഷണറെ മീറ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. കേസിന്റെ പ്രോഗ്രസിനെ കുറിച്ച് കമ്മീഷണർ ശങ്കറിനോട് ചോദിക്കുന്നു. ഇതുവരെ കിട്ടിയ തെളിവുകളെല്ലാം നേരത്തെ അന്വേഷിച്ച കേസ് ഫയലുമായിട്ട് സിമിലർ ആണെന്നും 90% ഇതൊരു സൂയിസൈഡ് തന്നെയാണെന്നും ശങ്കർ മറുപടി പറയുന്നു. ബാക്കി 10% കളയാനുള്ളതാണോ കേരള പോലീസിന്റെ അഭിമാനമെന്ന് കമ്മീഷണർ തിരിച്ചു ചോദിക്കുന്നു. കൂടാതെ ചാനലിൽ ആനന്ദ് ചോദിച്ച പോയിന്റ്സിനെ കുറിച്ചും കമ്മീഷണർ ശങ്കറിനോട് ചോദിക്കുന്നു. ചാനൽ കയറി ആരെങ്കിലും എന്തെങ്കിലും വട്ടു പറഞ്ഞാൽ അത് സത്യമാകില്ലല്ലോ എന്ന് ശങ്കർ പറയുന്നു. പക്ഷെ ആനന്ദിന്റെ സംസാരം കേട്ടിട്ട് അതിൽ പോയിന്റ് ഉണ്ടെന്നാണ് തനിക്ക് തോന്നിയതെന്നും മാത്രമല്ല ഈഗോ ഒക്കെ മാറ്റിവെച്ച് കേസ് അന്വേഷിക്കാനും കമ്മീഷണർ ശങ്കറിനോട് പറയുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ആനന്ദ് ശങ്കറും അവരുടേതായ രീതിയിൽ ആ കേസ് അന്വേഷിക്കുന്നത് കാണിക്കുന്നു. ആനന്ദ് തെളിവിനായി തേടിയെത്തുന്ന ആളുകളെ തന്നെയാണ് അതിനു മുൻപോ ശേഷമോ പോലീസും തേടിയെത്തുന്നത്. 2 വഴികളിലാണെങ്കിലും അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ ഏകദേശം ഒന്ന് തന്നെയായിരുന്നു.
കാണാതായ ദിവസം മെറിൻ അടുത്തുള്ള പള്ളിയിൽ ചെന്ന് അച്ഛനെ കണ്ടിരുന്നു. പള്ളിയിൽ നിന്ന് അവൾ ഇറങ്ങിയത് 5:32-നാണ്. ഹൈക്കോർട്ട് ജംഗ്ഷനിലെ CCTVയിൽ മെറിനെ കണ്ട സമയം 5:55-ആണ്. 6-നും 6:10-നും ഇടയിലാണ് മെറിനെ പാലത്തിൽ വെച്ച് കണ്ടത്. വൈകുന്നേരത്തെ ഈ ട്രാഫിക് ടൈമിൽ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇടപ്പള്ളിയിൽ നിന്ന് ഗോസറി പാലം വരെ എങ്ങനെ എത്തുമെന്ന് ഐസക് സംശയം ചോദിക്കുന്നു. അങ്ങനെ എത്താനും ചാൻസ് ഒക്കെ ഉണ്ടെന്ന് കൂടെയുള്ള ഒരു കോൺസ്റ്റബിൾ പറയുമ്പോൾ പക്ഷെ അത് എങ്ങനെ എത്തിയെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലല്ലോ എന്ന് ആനന്ദ് ചോദിക്കുന്നു. വീണ്ടും CCTV പരിശോധിക്കുമ്പോൾ പള്ളിയിൽ നിന്നിറങ്ങിയ മെറിൻ ഇടതുവശത്തേക്ക് പോകുന്നതും 5 മിനിറ്റ് കഴിയുമ്പോൾ ബാഗ് അടച്ചുകൊണ്ട് വീണ്ടും അവിടേക്ക് തിരിച്ചു വരുന്നതും കാണുന്നു. ഇനി ചിലപ്പോൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മെറിൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോയതാണോ എന്ന് അവർക്ക് സംശയം തോന്നുന്നു. അങ്ങനെ പോലീസുകാരും ആനന്ദും ആ പള്ളിയുടെ അടുത്തുള്ള ഷോപ്പുകളെല്ലാം അന്വേഷണം നടത്തുന്നു. പലയിടത്തും അന്വേഷിച്ചു ഒടുവിൽ പള്ളിയിലെ രൂപങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റോറിൽ പോലീസ് വന്ന് അന്വേഷിക്കുന്നു. മെറിന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ അവളെ പരിചയമില്ലെന്ന് അവിടുത്തെ സ്റ്റാഫ് പോയ മറുപടി പറയുന്നു. പിന്നീടാണ് ആനന്ദ് ആ കടയിൽ ചെല്ലുന്നത്. ആ സമയം അവിടെ ഒരു ലേഡി സ്റ്റാഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മെറിന്റെ ഫോട്ടോ കാണിക്കുമ്പോൾ തന്നെ അവളെ പരിചയമുണ്ടെന്ന് ആ ലേഡി ആനന്ദിനോട് പറയുന്നു. മെറി സ്ഥിരമായിട്ട് വീട്ടിലേക്ക് വേണ്ടുന്ന രൂപങ്ങളൊക്കെ ഈ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയിരുന്നത്. കാണാതായ ദിവസവും ഒരു ബർത്ത്ഡേ പ്രസന്റ് വാങ്ങാൻ വേണ്ടി മെറിൻ ഈ ഷോപ്പിൽ വന്നിരുന്നു. മുൻകൂട്ടി ഓർഡർ ചെയ്ത പ്രകാരം കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു മാതാവിന്റെ രൂപമായിരുന്നു മെറിൻ വാങ്ങിച്ചത്. ശേഷം മെറിൻ വാങ്ങിയ ഗിഫ്റ്റിന്റെ ഫോട്ടോയും ആ ലേഡി ആനന്ദിന് കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് ആനന്ദ് മെറിനെ കാണാതായ ദിവസം അവളുടെ അടുത്ത ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. പക്ഷെ അങ്ങനെ ആരെയും കണ്ടെത്താനാവുന്നില്ല. എന്നാൽ മെറിന്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഹന പോൾ എന്നൊരു കുട്ടിയുടെ കൂടെയുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. പക്ഷെ ആനന്ദ് എടുത്ത മെറിന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെ ശങ്കർ ഹനയുടെ വീട്ടിൽ വരുന്നത് കാണിക്കുന്നു. മരിക്കുന്നതിന്റെ അന്ന് വൈകുന്നേരം മെറിൻ തന്നെ വിളിച്ചിരുന്നെന്ന് പറഞ്ഞ് ഹന കരയുന്നു. ഈ സമയം ഹനയുടെ പപ്പ ശങ്കറിനെ വിളിച്ച് അല്പം മാറ്റി നിർത്തി സംസാരിക്കുന്നു. ഹനയുടെ ബ്രദർ കുറച്ചു നാൾ മുന്നെയാണ് മരിച്ചത്. അവൾ അതിൽ നിന്ന് ഒന്ന് റിക്കവർ ആയി വരുന്നതിന്റെ ഇടയിലാണ് മെറിന്റെ മരണവും സംഭവിച്ചത്. അവൾ അതിന്റെ ഒന്ന് ഷോക്കിൽ നിന്ന് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. മെറിൻ മരിക്കുന്നതിന് മുമ്പ് ഹനയെ വിളിച്ചത് ഒരു മെഡിസിനെ കുറിച്ച് ചോദിക്കാനായിരുന്നു. ഏത് മെഡിസിനാണെന്ന് ശങ്കർ ചോദിക്കുമ്പോൾ ഇതല്പം കോൺഫിഡൻഷ്യൽ ആണെന്ന് ഹനയുടെ പപ്പ പറയുന്നു. 8 മാസം മുൻപ് ഡിപ്രഷനുള്ള മരുന്ന് ഓവർഡോസ് ആയി കഴിച്ചിട്ട് ഹന ഹോസ്പിറ്റലിലായിരുന്നു. അന്ന് അവളെ റിക്കവർ ആകാൻ സഹായിച്ചത് മെറിനാണ്. കൗൺസിലിംഗിന്റെ സമയത്താണ് അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് ഹന പറയുന്നത്. ആ സെയിം മെഡിസിനെ കുറിച്ച് ചോദിക്കാനായിരുന്നു മെറിൻ എന്ന് ഹനയെ വിളിച്ചത്. ആ മെഡിസിൻ എല്ലാവർക്കും വാങ്ങിക്കാൻ കഴിയുമോ, പ്രിസ്ക്രിപ്ഷൻ ആവശ്യമാണോ എന്നൊക്കെയാണ് മെറിൻ എന്ന് ഹനയോട് ചോദിച്ചത്. സാർ ഇതൊക്കെ റെക്കോർഡിക്കലാക്കി എന്റെ മകളെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തരുതെന്നും ഹനയുടെ പപ്പ ശങ്കറിനോട് പറയുന്നു. അങ്ങനെ ചെയ്യില്ലെന്ന് ശങ്കർ വാക്കു കൊടുക്കുന്നു. ഹനയുടെ പപ്പ പറഞ്ഞ അനുസരിച്ച് സൂയിസൈഡ് ചെയ്യാൻ പല വഴികളും നോക്കി ഒടുവിലാകാം മെറിൻ പാലത്തിൽ നിന്ന് ചാടാൻ തീരുമാനിച്ചതെന്ന് ശങ്കർ ടീമിലുള്ളവരോട് പറയുന്നു. ഈ സമയത്താണ് ഹനയുടെ പപ്പയെ ആനന്ദ് കോൾ ചെയ്യുന്നത്. മെറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനാണെന്ന് ആനന്ദ് പറയുന്നതും അയാൾ കോള് കട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ശങ്കർ മെറിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഷെരീഫിനെ കാണാൻ പോകുന്നത് കാണിക്കുന്നു. പക്ഷെ ഡോക്ടർ ഷെരീഫിന് പകരം മറ്റൊരു ഡോക്ടറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഷെരീഫ് ഡോക്ടറിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് എല്ലാം ആക്യുറേറ്റ് ആണെന്നും അതിൽ സംശയിക്കാനൊന്നുമില്ലെന്നും ആ ഡോക്ടർ ശങ്കറിനോട് പറയുന്നു. മറുഭാഗത്ത് ആനന്ദ് മെറിന്റെ പോസ്റ്റ്മോർട്ടം ഫോട്ടോ കാണിച്ചതും അയാൾ അന്നത്തെ സംഭവങ്ങൾ ഓർത്തെടുക്കുന്നു. മെറിന്റെ ബോഡിയിൽ കൊലപാതകം എന്ന് സംശയിക്കുന്ന എന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ എന്ന് ആനന്ദ് ചോദിക്കുന്നു. ഈ സമയം ഒരു ഡയറി എടുത്ത് നോക്കിയിട്ട് അറ്റൻഡൻസ് ചില കാര്യങ്ങൾ അവരോട് പറയുന്നു. കഷ്ടിച്ച് 4-5 മണിക്കൂർ മാത്രമേ ആ ബോഡി വെള്ളത്തിൽ കിടന്നിട്ടുള്ളൂ. കാരണം ബോഡി വീർക്കുകയോ മീൻ കൊത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല കൊച്ചിയിലൊന്ന് കവറടിച്ചിരുന്ന സമയമായിരുന്നു. പക്ഷെ അതിന്റെ അംശവും ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. റേപ്പ് ചെയ്തതിന്റെ ലക്ഷണങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ശ്രീ അറ്റൻഡന്റിനോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്നും പക്ഷെ ആരോ ബലമായിട്ട് പിടിച്ചതിന്റെ പാടുകൾ കയ്യിലും കഴുത്തിലും ഉണ്ടായിരുന്നെന്നും അയാൾ മറുപടി പറയുന്നു. മാത്രമല്ല ഇടത്തെ കാതിലെ കമ്മല് പകുതിയും ഒടിഞ്ഞ നിലയിലായിരുന്നു. പിന്നെ ഇടത്തെ കയ്യിലെ മോതിര വിരലിലും എന്തോ പാടുണ്ടായിരുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഡെഡ് ബോഡി കരയ്ക്ക് എടുത്തുകൊണ്ട് വന്ന തൊണ്ടിക്കുട്ടനോട് ചോദിക്കണമെന്ന് അറ്റൻഡർ അവരോട് പറയുന്നു. ഐസക്കും ആനന്ദും കൂടിയാണ് തൊണ്ടിക്കുട്ടനെ കാണാൻ പോകുന്നത്. 50 മീറ്റർ മാറി പോളയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ബോഡി ഉണ്ടായിരുന്നത്. മരം പാലത്തിൽ നിന്ന് ചാടിയതാണോന്ന് ഐസക്ക് ചോദിക്കുമ്പോൾ ആ സമയം വേലിയിറക്കം ആയിരുന്നെന്നും അങ്ങനെയെങ്കിൽ ബോഡി കടലിൽ എത്തുമായിരുന്നെന്നും തൊണ്ടിക്കുട്ടൻ പറയുന്നു. മെറിന്റെ ബോഡിയിൽ എന്തെങ്കിലും ആഭരണം ഉണ്ടായിരുന്നോ എന്ന് ഐസക്ക് ചോദിക്കുമ്പോൾ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് അയാൾ സത്യം പറയുന്നു. കരയ്ക്കെത്തും മുന്നേ മെറിന്റെ വിരലിലെ മോതിരം തൊണ്ടിക്കുട്ടൻ ഊരിയെടുത്തിരുന്നു. ശരീരം വീർത്തിട്ടില്ലാത്തതുകൊണ്ട് അധികം പ്രയാസപ്പെടാതെ അത് ഊരി വരികയും ചെയ്തു. പക്ഷെ മാല ഞാൻ കണ്ടിട്ടില്ലെന്നും അയാൾ പറയുന്നു. ഇത് കേട്ടതോടെ മെറിന്റെ ബോഡി കുറച്ചു മണിക്കൂർ മാത്രമേ വെള്ളത്തിൽ കിടന്നിട്ടുള്ളെന്നും അതുകൊണ്ടാണ് മോതിരം എളുപ്പത്തിൽ ഊരിപ്പോകുന്നതെന്നും ആനന്ദ് ഐസക്കിനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ആനന്ദ് അവൻ കണ്ടെത്തിയ തെളിവുകൾ ഓരോന്നായി ബോർഡിൽ രേഖപ്പെടുത്തുന്നത് കാണിക്കുന്നു. ഈ സമയം അവന്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. ടെക്നോളജി ഇത്രയും വളർന്ന കാലത്തിൽ മെറിന്റെ ഫോൺ എന്തുകൊണ്ടാണ് പോലീസ് കണ്ടെത്താഞ്ഞതെന്ന് അമ്മ ആനന്ദിനോട് ചോദിക്കുന്നു. ഫോണിലെ ഡേറ്റ മുഴുവൻ റിട്രീവ് ചെയ്തതുകൊണ്ടാണ് ഫോൺ അന്വേഷിക്കാഞ്ഞതെന്ന് ആനന്ദ് മറുപടി പറയുന്നു. ഡേറ്റ എടുത്തെങ്കിലും ഫോൺ എവിടെയായിരിക്കുമെന്ന് അമ്മ അവനോട് ചോദിക്കുന്നു. ഈ സമയത്താണ് ആനന്ദും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്.
ഫോൺ കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാൻ ആനന്ദ് അവന്റെ കൂട്ടുകാരൻ ലാലുവിനെ വിളിക്കുന്നു. മൊബൈലിന്റെ IMEI നമ്പർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാമെന്ന് ലാലു മറുപടി പറയുന്നു. പക്ഷെ മെറിന്റെ പേരൻസിനോട് ചോദിച്ചിട്ടും IMEI നമ്പർ കിട്ടുന്നില്ല. പോലീസ് ഇടപെട്ട കേസായതുകൊണ്ട് സർവീസ് പ്രൊവൈഡറിൽ നിന്നും IMEI നമ്പർ സംഘടിപ്പിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു വഴിയുള്ളത് ആ ഫോണിൽ നിന്നും ഏതെങ്കിലും ഗവൺമെന്റ് സൈറ്റിൽ ലോഗിൻ ചെയ്ത ഡേറ്റും ടൈമും അറിയാമെങ്കിൽ മൊബൈൽ കണ്ടെത്താൻ സാധിക്കും. അപ്പോഴാണ് കാണാതായ ദിവസം ഉച്ചയ്ക്ക് മെറിൻ MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് റിസൾട്ട് ചെക്ക് ചെയ്ത കാര്യം ആനന്ദ് ലാലുവിനോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേഗം കണ്ടെത്താമെന്ന് ലാലു മറുപടി പറയുന്നു. കുറച്ചു സമയത്തിന് ശേഷം ലാലു വീണ്ടും ആനന്ദിനെ കോൾ ചെയ്യുന്നു. മെറിന്റെ മൊബൈല് അവളുടെ മരണശേഷം 5 മാസത്തോളം സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ മാസം തമിഴ്നാട് നാഗർകോവിലിനടുത്ത് അത് വീണ്ടും ഓൺ ആയിട്ടുണ്ട്. ഇതറിഞ്ഞ് ആനന്ദ് അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ഒരു കുറ്റവാളിയെ അന്വേഷിച്ചു പോകുന്നത് റിസ്ക് ആണെന്ന് പറഞ്ഞ് ഐസക് അവനെ തടയാൻ ശ്രമിക്കുന്നു. പക്ഷെ ആനന്ദ് അവന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ശേഷം ഐസക് ഇക്കാര്യം ശങ്കറിനെ വിളിച്ചറിയിക്കുന്നു. മെറിന്റെ ഫോണ് തപ്പി ആനന്ദ് നാഗർകോവിലിലേക്ക് പോവുകയാണെന്ന് ഐസക് പറയുമ്പോൾ ഫോണിലെ ഡേറ്റ ഒക്കെ കിട്ടിയില്ലേ, പിന്നെ എന്തിനാണ് ഫോൺ അന്വേഷിച്ചു പോകുന്നതെന്ന് ശങ്കർ തിരിച്ചു ചോദിക്കുന്നു. തമിഴ്നാട് പോലീസിലൊന്ന് വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമോ എന്ന് ചോദിക്കാൻ ഐസക് പറയുമ്പോൾ ശങ്കർ പറ്റില്ലെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ശങ്കർ ഐസക്കുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ശങ്കറിന്റെ അടുത്ത് CI പ്രദീപും ഉണ്ടായിരുന്നു. ശങ്കറിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവന് ആനന്ദിനോട് എന്തോ ദേഷ്യമുണ്ടെന്ന് പ്രദീപിന് മനസ്സിലായിരുന്നു. എന്തായാലും നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ ശ്രീബാലയുടെ മോനല്ലേ, അതിന്റെ പേരിലെങ്കിലും ആനന്ദിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പ്രദീപ് ശങ്കറിനോട് പറയുന്നു. പക്ഷെ വെറുമൊരു ഹെഡ് കോൺസ്റ്റബിളിനോട് പ്രദീപിന് ഇത്രയും ബഹുമാനം ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ശങ്കറിന് അറിയുമായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ പ്രദീപ് ശ്രീബാലയെക്കുറിച്ച് ശങ്കറിനോട് പറയുന്നു. ആനന്ദിന് 1.5 വയസ്സുള്ളപ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചത്. അതിനുശേഷം ഒറ്റയ്ക്കാണ് ശ്രീബാല അവനെ വളർത്തിയത്. ഒരിക്കൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തതിന് ചില ധനികരുടെ മക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പക്ഷെ പണത്തിന്റെ ബലത്തിൽ അവർ കോടതിയിൽ നിന്ന് ഈസിയായിട്ട് പുറത്തിറങ്ങുന്നു. ഇതറിഞ്ഞ ശ്രീബാല ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ താൻ തയ്യാറാക്കിയ ഒറിജിനൽ FIRമായി കോടതിയിൽ മൊഴി കൊടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ കോടതിയിൽ പോകേണ്ടതിന്റെ തലേദിവസം രാത്രി കുറച്ച് ഗുണ്ടകൾ വീട്ടിൽ കയറി ശ്രീബാലയെ വെട്ടി കൊലപ്പെടുത്തുന്നു. അമ്മയുടെ കൊലപാതകം നേരിട്ട് കണ്ടതിന്റെ ഷോക്കിലാണ് ആനന്ദിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് സീനിൽ ആനന്ദും ആൽബിയും അയ്യപ്പൻ എന്നൊരു സസ്പെൻഷനിലായ പോലീസുകാരന്റെ കൂടെ നാഗർകോവിലേക്ക് പോകുന്നത് കാണിക്കുന്നു. ലാല് പറഞ്ഞു കൊടുത്ത ലൊക്കേഷൻ വെച്ച് അവർ അവിടെയുള്ള ഒരു മാർക്കറ്റിലാണ് എത്തുന്നത്. അവിടെ ഒരുപാട് പേരുള്ളതുകൊണ്ട് മെറിന്റെ ഫോണിൽ ഇപ്പോഴുള്ള നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കാൻ അവിടെയുള്ള ഒരു തമിഴിന്റെ കയ്യിൽ ഫോൺ റിങ് ചെയ്യുന്നത് കാണുന്നു. അവരുടനെ അയാളുടെ അടുത്ത് നിന്ന് ഫോൺ പിടിച്ചെടുക്കുന്നു. അയ്യപ്പൻ ചോദ്യം ചെയ്യുമ്പോൾ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് താൻ ഇത് വാങ്ങിയതെന്ന് അയാൾ മറുപടി പറയുന്നു. ശേഷം അവർ ആ ഫോണും കൊണ്ട് ആ മൊബൈൽ ഷോപ്പിലേക്ക് പോകുന്നു. മെറിന്റെ ഫോൺ കാണുമ്പോൾ തന്നെ ഇത് ഈ കടയിൽ നിന്ന് സെയിൽ ചെയ്തതാണെന്ന് സ്റ്റാഫ് പയ്യൻ അവരോട് പറയുന്നു. 1 മാസം മുന്നേ വിറ്റ ഈ ഫോൺ എങ്ങനെയാണ് ഇത്ര പരിചയം എന്ന് ചോദിച്ച് അയ്യപ്പൻ അവനെ വിരട്ടുന്നു. മലയാളിയായ ആന്റണി എന്നൊരാളാണ് ഈ ഫോൺ ഷോപ്പിൽ കൊണ്ട് വിറ്റത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അയാൾ കേരളത്തിൽ നിന്ന് ഫോൺ കൊണ്ട് വിൽക്കാറുണ്ട്. ഇത് മാത്രമല്ല അയാൾക്ക് ഇവിടെ മറ്റു പരിപാടികളും ഉണ്ടെന്ന് ആ പയ്യൻ അവരോട് പറയുന്നു. ശേഷം ആനന്ദ് ആന്റണിയെ കാണാനായിട്ട് പോകുന്നു. കമ്മീഷൻ വാങ്ങിച്ച് കോളേജുകളിലേക്ക് സീറ്റ് ഒപ്പിച്ചു കൊടുക്കുന്ന പണിയായിരുന്നു ആന്റണി അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. തന്റെ സഹോദരിക്കും ഒരു അഡ്മിഷൻ ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് ആനന്ദ് മെറിന്റെ ഫോട്ടോ ആന്റണിയെ കാണിച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോ കണ്ടതും ആന്റണി അവരെ തള്ളിമാറ്റി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആനന്ദും കൂട്ടരും ആന്റണിയുടെ പിന്നാലെ തന്നെ പോകുന്നു. കുറച്ചു ദൂരം ഓടി ആന്റണി നേരെ ചെല്ലുന്നത് തോക്കും പിടിച്ചു നിൽക്കുന്ന ശങ്കറിന്റെ മുമ്പിലേക്കാണ്. ആന്റണിയോടൊപ്പം ആനന്ദിനെ ശങ്കർ പോലീസ് വണ്ടിയെ കൊണ്ടുപോകുന്നു. ആനന്ദിന്റെ അമ്മയുടെ സ്റ്റോറി കേട്ടപ്പോൾ തന്നെ ശങ്കറിന് ആനന്ദിനോടുള്ള ദേഷ്യം മാറിയിരുന്നു. പോകുന്ന വഴിക്ക് ശങ്കർ ആനന്ദുമായിട്ടുള്ള പിണക്കം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം നാട്ടിലെത്തി ശങ്കർ ആന്റണിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണിക്കുന്നു. മെറിന്റെ ഫോൺ കളഞ്ഞു കിട്ടിയതാണെന്നാണ് ആന്റണി ആദ്യം പറയുന്നത്. പക്ഷെ പിന്നീട് ശങ്കർ പരിശോധിക്കുമ്പോൾ 3-4 ക്രിമിനൽ കേസുള്ള ആന്റണിക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തേക്കുന്നതിന്റെ ഡീറ്റെയിൽസ് കാണുന്നു. അതോടെ ആന്റണി ഒരു സാധാരണക്കാരനല്ലെന്നും ആരോ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും ശങ്കറിന് മനസ്സിലാകുന്നു. ആന്റണിക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഓഫീസർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശങ്കർ ഉത്തരവിടുന്നു. ഇത് കേട്ടതും മെറിനെ കൊന്നത് താനാണെന്ന് ആന്റണി കുറ്റസമ്മതം നടത്തുന്നു. മെറിനും താനുമായിട്ട് പ്രണയത്തിലായിരുന്നെന്നും പിന്നീട് അവൾ തന്നെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ കൊന്നുകളഞ്ഞതാണെന്നും ആന്റണി ശങ്കറിനോട് പറയുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശങ്കർ ഇക്കാര്യം ആനന്ദിനെ വിളിച്ചറിയിക്കുന്നു. ആനന്ദ് സംശയിച്ചതുപോലെ മെറിന്റേതൊരു കൊലപാതകമായിരുന്നെന്നും ആന്റണി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും ശങ്കർ പറയുന്നു. പക്ഷെ ആന്റണിയും മെറിനും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്ന് പറഞ്ഞത് ആനന്ദിന് ഉൾക്കൊള്ളാനാവുന്നില്ല. കാരണം അതുവരെയുള്ള അന്വേഷണത്തിനിടെ മെറിനെ അറിയാവുന്ന ഒരാൾ പോലും ആന്റണിയുടെ പേര് പറഞ്ഞു കേട്ടിട്ടില്ല. സംശയം തീർക്കാനായി ആനന്ദ് റോണിയെ കാണാൻ തീരുമാനിക്കുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് റോണിയുടെ അമ്മച്ചി മരിച്ചെന്ന് ആനന്ദ് മനസ്സിലാക്കുന്നത്. ഹാളിൽ കാണാത്തതുകൊണ്ട് ആനന്ദ് അമ്മച്ചിയുടെ റൂമിലിരിക്കുന്ന റോണിയുടെ അടുത്തേക്ക് പോകുന്നു. മെറിനും പോയി ഇപ്പോൾ അമ്മച്ചി എന്നെ തനിച്ചാക്കി പോയി എന്ന് റോണി വേദനയോട് പറയുന്നു. ഈ സമയം ബന്ധുക്കളിൽ ഒരാൾ വന്ന് വിളിച്ചിട്ട് റോണി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അന്നേരം റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആനന്ദിന്റെ അരികിൽ അവന്റെ അമ്മ വരുന്നത് കാണിക്കുന്നു.
അമ്മ എവിടെയോ നോക്കിയിരിക്കുന്നത് കണ്ട് ആനന്ദും അവിടേക്ക് നോക്കുമ്പോഴാണ് മെറിൻ അവസാനമായി വാങ്ങിയ ബർത്ത്ഡേ പ്രസന്റ് അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ഈ സമയം പുറത്ത് റോണിയുടെ അമ്മച്ചിയുടെ നോട്ടീസിൽ അവരുടെ ജന്മദിവസം എഴുതിയിരുന്നത് ആനന്ദിന് ഓർമ്മ വരുന്നു. മെറിൻ മിസ്സായ അതേ ദിവസമായിരുന്നു റോണിയുടെ അമ്മച്ചിയുടെ ബർത്ത്ഡേയും. റോണിയുടെ അമ്മച്ചിക്ക് വേണ്ടിയാണ് മെറിൻ അന്ന് ഗിഫ്റ്റ് വാങ്ങിയത്. ആ ഗിഫ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കാണാതായ ദിവസം മെറിൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാണ്. ശേഷം ആനന്ദ് എന്ന് റോണിയോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നു. മെറിൻ മിസ്സായ ദിവസം അമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അന്ന് അവൾ ഇവിടെ വന്നിരുന്നോ എന്ന് ആനന്ദ റോണിയോട് ചോദിക്കുന്നു. അന്ന് അമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നെന്നും പക്ഷെ തലേദിവസം താനും മെറിനുമായിട്ട് വഴക്കുണ്ടായതിന്റെ പേരിൽ അവൾ ബർത്ത്ഡേക്ക് വന്നില്ലെന്നും റോണി മറുപടി പറയുന്നു. ഇത് കേട്ടതും റോണി എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന് ആനന്ദിന് മനസ്സിലാകുന്നു. ശേഷം ആനന്ദ് റോണിയുടെ അമ്മച്ചിയുടെ നമ്പർ ലാലുവിന് കൊടുത്തിട്ട് ആ നമ്പർ മെറിനെ കാണാതായ ദിവസത്തെ കോൾ ലിസ്റ്റ് എടുക്കാൻ പറയുന്നു. അന്നത്തെ ദിവസം വൈകിട്ട് അമ്മച്ചിയുടെ നമ്പറിൽ നിന്നും മെറിന്റെ കൂട്ടുകാരി ഹനയുടെ നമ്പറിലേക്ക് ഒരു കോള് പോയിട്ടുണ്ടായിരുന്നു. ശേഷം ആനന്ദ് ഹനയെ കോൾ ചെയ്യുന്നു. ഹന സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ച ഗുളികയുടെ ഡീറ്റെയിൽസ് അറിയാനായിരുന്നു മെറിൻ അന്ന് കോൾ ചെയ്തത്. മാത്രമല്ല റോണിയെ ആദ്യമായിട്ട് കണ്ട സമയം അവന്റെ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ ആ മരുന്ന് കണ്ടതും ആനന്ദിന് ഓർമ്മ വരുന്നു. ആനന്ദ് ഉടനെ ശങ്കറിന്റെ അടുത്തേക്ക് പോകുന്നു. ആന്റണിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അർജന്റായി ഒരു പോസ്റ്റ്മോർട്ടത്തിന് ഓർഡർ ഇടാൻ പറ്റുമോ എന്ന് ആനന്ദ് ചോദിക്കുന്നു. റോണിയുടെ അമ്മയുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന കാര്യമാണ് ആനന്ദ് ചോദിക്കുന്നത്. ആനന്ദിന്റെ സംശയങ്ങൾ കേട്ട ശേഷം ശങ്കർ അതിന് സമ്മതിക്കുന്നു. ശേഷം പോലീസുകാര് റോണിയുടെ ഫാമിലിയിൽ അന്വേഷിക്കുമ്പോഴാണ് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ ബന്ധുക്കൾ പറയുന്നത്. റോണി ഒരു ദത്തുപുത്രനാണെന്നും പണ്ട് മുതലേ അവൻ ഒരു പ്രത്യേകതര സ്വഭാവക്കാരനാണെന്നും ബന്ധുക്കൾ പറയുന്നു. റോണിയോട് പണ്ടേ താല്പര്യക്കുറവുള്ളതുകൊണ്ട് റോണിയുടെ ബന്ധുക്കളെല്ലാം കൂടെ അവന്റെ അമ്മയുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ ഒപ്പിട്ട് കൊടുക്കുന്നു. അങ്ങനെ പോലീസ് സെമിത്തേരിയിലെത്തി അമ്മച്ചിയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നു. പോസ്റ്റ്മോർട്ടം നടക്കുന്ന സമയം റോണിയും ബന്ധുക്കളും പോലീസിന്റെ നിരീക്ഷണത്തിൽ റോണിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് ഒരു ഓഫീസർ ശങ്കറിനെ വിളിച്ച് അറിയിക്കുന്നു. ശങ്കർ ഉടനെ റോണിയുടെ വീട്ടിലുള്ള പോലീസ് സംഘത്തോട് സെർച്ചിങ്ങിന് ഓർഡർ ഇടുന്നു. അവിടെ നടക്കുന്നതെല്ലാം കണ്ട് റോണി ആകെ ടെൻഷൻ ആകുന്നു. പോലീസുകാർ വീട് മുഴുവൻ പരിശോധിക്കുമ്പോൾ ആനന്ദ് റോണിയുടെ കാറാണ് പരിശോധിക്കുന്നത്. ഒടുവിൽ അന്വേഷണ സാധനം റോണിയുടെ വീട്ടിൽ നിന്നും പോലീസിന് കണ്ടുകിട്ടുന്നു. ശേഷം ആനന്ദിനൊപ്പം ശങ്കർ റോണിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കാണിക്കുന്നു. റോണിയോട് ചോദ്യം ചോദിക്കാൻ ശങ്കർ ആനന്ദിനോട് പറയുന്നു. മെറിനും അമ്മച്ചിയും പോയി നീ ഒറ്റയ്ക്കായെന്നല്ലേ പറഞ്ഞത്, അവരെ കൊന്നതും നീ ഒറ്റയ്ക്കാണോ എന്ന് ആനന്ദ് റോണിയോട് ചോദിക്കുന്നു. ഇത് കേട്ടതും തനിക്കൊന്നും അറിയില്ലെന്ന് റോണി മറുപടി പറയുന്നു. റോണിയുടെ അമ്മയുടെ പിറന്നാൾ ദിവസമാണ് മെറിനെയും കാണാതായത്. അമ്മച്ചിയുടെ പിറന്നാളിന് മെറിൻ വീട്ടിൽ വന്നിട്ടില്ലെന്നാണ് റോണി പറഞ്ഞിരുന്നത്. പക്ഷെ അവൾ അന്ന് അവിടെ വന്നിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന മെറിൻ അമ്മച്ചിക്ക് കൊടുത്ത പിറന്നാൾ സമ്മാനം ആനന്ദ് റോണിയെ കാണിച്ചു കൊടുക്കുന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അമ്മച്ചിക്കുള്ള ബർത്ത്ഡേ പ്രസന്റ് വാങ്ങി മെറിൻ നേരെ പോയത് റോണിയുടെ വീട്ടിലേക്കായിരുന്നു. ചിലപ്പോൾ അവൾ അന്ന് അവിടെ വന്നു കാണുമെന്ന് റോണി മറുപടി പറയുന്നു. മെറിൻ ആ വീട്ടിൽ വന്നതിന് വേറെയും തെളിവുകളുണ്ടെന്ന് ആനന്ദ് റോണിയോട് പറയുന്നു. അന്ന് വൈകുന്നേരം അമ്മച്ചിയുടെ ഫോണിൽ നിന്ന് മെറിൻ ഹാനയെ കോൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അമ്മച്ചിയെ കൊല്ലാനായി റോണി ഓവർഡോസായി കൊടുത്തുകൊണ്ടിരുന്ന മെഡിസിനെ കുറിച്ച് അന്വേഷിക്കാനായിരുന്നു മെറിൻ ഹാനയെ കോൾ ചെയ്തത്. അമ്മച്ചിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഓവർഡോസ് മെഡിസിന്റെ തെളിവും കിട്ടിയിട്ടുണ്ടെന്ന് ശങ്കർ റോണിയോട് പറയുന്നു. ഇത് കേട്ടതും റോണി ചെറുതായി ഷോക്കാവുന്നു. വർഷങ്ങളായി കട്ടിലിൽ കിടന്ന് അരയിക്കുന്ന അമ്മച്ചിയുടെ വേദന കാണാൻ വയ്യാതെയാണ് അങ്ങനെ ചെയ്തതെന്ന് റോണി കരഞ്ഞുകൊണ്ട് പറയുന്നു. റോണിയുടെ കരച്ചിൽ അഭിനയമാണെന്ന് അറിയാവുന്നത് കൊണ്ട് അത് മൈൻഡ് ചെയ്യാതെ അപ്പൊ പിന്നെ മെറിനെ എന്തിനായിരുന്നു കൊന്നതെന്ന് ആനന്ദ് റോണിയോട് ചോദിക്കുന്നു. മെറിനെ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നും അവള് വീട്ടിൽ വന്നത് താൻ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്നും റോണി മറുപടി പറയുന്നു. പക്ഷെ മെറിനെ റോണി കണ്ടതിനും അവളെ കൊലപ്പെടുത്തിയതിനും മറ്റൊരു തെളിവ് കൂടി ഉണ്ടെന്ന് പറഞ്ഞ് മെറിന്റെ കമ്മലിന്റെ ഒടിഞ്ഞ ഭാഗം ആനന്ദ് ടേബിളിലേക്ക് വയ്ക്കുന്നു. മെഡിസിൻ പരിശോധിക്കാനായി റോണിയുടെ കാറ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നായിരുന്നു ആനന്ദിന് കമ്മല് കിട്ടുന്നത്. ശേഷം അന്ന് നടന്ന സംഭവങ്ങൾ നമ്മളെ കാണിച്ചു തരുന്നു. അമ്മച്ചിയുടെ പിറന്നാളിന് സമ്മാനം വാങ്ങിയാണ് മെറിൻ അന്ന് റോണിയുടെ വീട്ടിലേക്ക് വരുന്നത്. അമ്മച്ചി കുളിക്കുകയായിരുന്നത് കൊണ്ട് മെറിൻ ആ ബർത്ത്ഡേ ഗിഫ്റ്റ് അമ്മച്ചിയുടെ റൂമിലുള്ള ഷോക്കേസിൽ വെക്കുന്നു. അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് അമ്മച്ചി കഴിക്കുന്ന മരുന്ന് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സംശയം തോന്നുന്ന മെറിൻ ആ മരുന്നിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നു. പിന്നീടാണ് അവൾ അതിനെക്കുറിച്ച് ഹനയോട് ചോദിക്കുന്നത്. ഹന സൂയിസൈഡ് ചെയ്യാൻ കഴിച്ചതും ഈ സെയിം മെഡിസിൻ ആണെന്ന് അറിയുന്നതോടെ ഈ മരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടുമോ എന്നൊക്കെ മെറിൻ ഹനയോട് ചോദിക്കുന്നു. ഈ സമയത്താണ് റോണി അവിടേക്ക് വരുന്നത്. അവൾ ആ മരുന്ന് റോണിയെ കാണിച്ചിട്ട് ഈ മരുന്ന് അമ്മച്ചി എന്തിനാണ് കഴിക്കുന്നതെന്ന് ചോദിക്കുന്നു. അത് അമ്മച്ചിയുടെ ഇയർ ബാലൻസിലുള്ള മരുന്നാണെന്ന് റോണി മറുപടി പറയുന്നു. ഇയർ ബാലൻസിന്റെ പ്രശ്നത്തിന് ആന്റിസൈക്കോട്ടിക് മരുന്ന് നൽകിയ ഡോക്ടറിനെ തനിക്കൊന്ന് കാണണമെന്ന് മെറിൻ പറയുന്നു. ഇതിലെന്തോ പ്രശ്നമുണ്ടെന്നും നമുക്കിത് പോലീസ് റിപ്പോർട്ട് ചെയ്യാമെന്നും കൂടെ മെറിൻ പറയുമ്പോൾ റോണി അവളെ സ്വന്തം റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഈ മരുന്ന് ഇങ്ങനെ കഴിച്ചാൽ അമ്മച്ചിക്ക് കാർഡിയാക് അറസ്റ്റ് വരാമെന്ന് മെറിൻ പറയുന്നു. ചാകുന്നെങ്കിൽ ചാകട്ടെ എന്ന് റോണി മറുപടി പറയുന്നു. ദത്തെടുത്ത കാലം മുതലേ വലഞ്ഞു കയറി വന്നവൻ ദത്തെടുത്തവൻ എന്നൊക്കെയാണ് ബന്ധുക്കൾ റോണിയെ വിളിച്ചിരുന്നത്.
അമ്മച്ചി കൂടെ മരിച്ചാൽ വളർത്തുമകനായ തന്നെ ബന്ധുക്കൾ പുറത്താക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് മെഡിസിൻ ഓവർഡോസായി കൊടുത്ത് അമ്മച്ചിയെ പതിയെ കൊല്ലാനും സ്വത്തുക്കൾ സ്വന്തം പേരിലാക്കാനും റോണി ശ്രമിക്കുന്നത്. ഇത് കേട്ടതും ഇങ്ങനെ ഒരുത്തനെയാണല്ലോ അമ്മച്ചി സ്വന്തം മകനെ പോലെ സ്നേഹിച്ചതെന്ന് പറഞ്ഞ് മെറിൻ ഈ കാര്യം അമ്മച്ചിയെ അറിയിക്കാൻ പുറത്തേക്ക് പോകുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് കണ്ടതും റോണി അവളെ തടയുന്നു. ഈ സമയത്താണ് അമ്മച്ചി കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. മെറിൻ വന്നോ എന്ന് അമ്മച്ചി ചോദിക്കുമ്പോൾ അവളുടെ വാ പൊത്തി പിടിച്ചിട്ട് ഇല്ലെന്ന് റോണി മറുപടി പറയുന്നു. മെറിന്റെ സംസാരം തടയാനായി കുറെ നേരം വാ പൊത്തി പിടിക്കുമ്പോഴേക്കും അവൾ ചലനമില്ലാതെ നിലത്ത് വീഴുന്നു. ഈ സമയത്താണ് ബർത്ത്ഡേ ആഘോഷത്തിനായിട്ട് ബന്ധുക്കളെല്ലാം വരുന്നത്. മെറിനെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത ഒരു മുറിയിലേക്ക് മാറ്റിക്കിടത്തി റോണി അവരുടെ അടുത്തേക്ക് പോകുന്നു. ശേഷം ഒന്നും അറിയാത്ത പോലെ അമ്മച്ചിയുടെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. എല്ലാവരും പോയി കഴിഞ്ഞ് മെറിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് അവൾക്ക് ബോധം പോയതല്ല മരണപ്പെട്ടതാണെന്ന് തനിക്ക് മനസ്സിലായതെന്നും റോണി പറയുന്നു. വാ പൊത്തിയപ്പോൾ ആസ്മ അറ്റാക്ക് വന്നാണ് മെറിൻ മരിച്ചതെന്നും എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചാണ് ബോഡി കായൽ കൊണ്ടിട്ടതെന്നും റോണി അവരോട് പറയുന്നു. റോണി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ വിശ്വസിക്കുന്നു. എങ്കിലും ആന്റണി ആർക്കു വേണ്ടിയാണ് കുറ്റസമ്മതം നടത്തിയെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആന്റണിയും റോണിയും തമ്മിൽ ഒരിക്കൽ പോലും ഫോണിലൂടെയോ അല്ലാതെയോ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ പിന്നീട് പരിശോധിക്കുമ്പോൾ മെറിൻ മരിച്ച രാത്രി റോണിയുടെ നമ്പറിൽ നിന്ന് ഒരു ഔട്ട് ഗോയിങ് കോളും ആന്റണിയുടെ നമ്പറിലേക്ക് ഒരു ഇൻകമിംഗ് കോളും സെയിം നമ്പറിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ നമ്പർ പരിശോധിക്കുമ്പോഴാണ് അത് പോലീസ് സ്റ്റേഷനിലെ റിക്കവറി ഫോണിലെ നമ്പറാണെന്നും അവിടുത്തെ SHO ആരാണെന്നും ശങ്കർ ഉടൻ തന്നെ കണ്ടുപിടിക്കുന്നു. അത് ബെന്നിയുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ഫോണായിരുന്നു. ശേഷം ശങ്കർ ബെന്നിയെ നേരിട്ട് കണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. മെറിൻ കൊലക്കേസ് റോണിയും ആന്റണിയും കുറ്റമേറ്റ കാര്യം ശങ്കർ ബെന്നിയോട് പറയുന്നു. പക്ഷേ ഡിപ്പാർട്ട്മെന്റിലുള്ള മറ്റാരോ കൂടി അവരെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ സ്റ്റേഷനിലെ റിക്കവറി ഫോണിൽ നിന്നും മെറിൻ മരിച്ച രാത്രി റോണിയും ആന്റണിയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സ്റ്റേഷനിലെ തന്നെ ഒരാളായിരിക്കും. അതുകൊണ്ട് അയാളെ കൂടി കണ്ടെത്തണമെന്ന് ശങ്കർ പറയുന്നു. പക്ഷേ സ്റ്റേഷനിലുള്ള ഒട്ടുമിക്ക പേർക്കും സ്റ്റോറേജ് റൂമിൽ ആക്സസ് ഉണ്ടെന്ന് ബെന്നി മറുപടി പറയുന്നു. ഈ സമയം ശങ്കർ സ്റ്റോർ റൂമിൽ നിന്ന് റിക്കവറി ഫോൺ എടുപ്പിച്ച് ആനന്ദിന് പരിശോധിക്കാൻ കൊടുക്കുന്നു. മൊബൈൽ ഓണാക്കുമ്പോഴാണ് അതിന്റെ വൈഫൈ ബെന്നീസ് മൊബൈൽ എന്ന ഹോട്ട്സ്പോട്ടുമായിട്ട് കണക്റ്റ് ആണെന്ന് ആനന്ദ് കാണുന്നത്. ശങ്കറിന് മുമ്പേ വെച്ച് ആനന്ദ് ഇക്കാര്യം ബെന്നിയോട് ചോദിക്കുന്നതോടെ ബെന്നിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. പിന്നീട് നമ്മളെ വീണ്ടും ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. മെറിന്റെ പേരൻസിന്റെ മിസ്സിംഗ് കംപ്ലൈന്റ് എടുത്ത ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ബെന്നിയെ റോണി കോൾ ചെയ്യുന്നു. പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്കാതെ മറ്റേ നമ്പറിലേക്ക് വിളിക്കാൻ ബെന്നി അവനോട് പറയുന്നു. ശേഷം റിക്കവറി ഫോണിലേക്ക് റോണി കോൾ ചെയ്ത് കാര്യം പറയുന്നു. ഒരു സഹായത്തിനായി ആന്റണിയും കൂട്ടിയാണ് ബെന്നി റോണിയുടെ വീട്ടിലേക്ക് വരുന്നത്. റോണിയുടെ വളർത്തമ്മയുടെ ഒരു അകന്ന ബന്ധുവാണ് ബെന്നി. അവരെ കൊല്ലാനായി ആന്റിസൈക്കോട്ടിക് മെഡിസിൻ റോണിക്ക് കൊടുത്തിരുന്നത് ബെന്നി ആയിരുന്നു. മെറിന്റെ ബോഡി കാണുമ്പോഴാണ് ഇതെന്ന് മിസ്സിംഗ് കംപ്ലൈന്റ് എന്ന ഫോട്ടോയിലെ കുട്ടിയാണെന്ന് ബെന്നിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ മെറിന് അപ്പോഴും നേരെ ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ഈ പരുവത്തിൽ കായൽ കൊണ്ടിട്ടാൽ സൂയിസൈഡ് ചെയ്തതാണെന്ന് എല്ലാവരും വിചാരിച്ചോളുവെന്ന് ആന്റണി അവരോട് പറയുന്നു. ഈ കേസ് ഏതായാലും ഞാനായിരിക്കും അന്വേഷിക്കുന്നത്. ആ സമയം ഞാൻ ഇതൊക്കെ ഒതുക്കി തീർത്തോളാമെന്ന് ബെന്നി റോണിയോട് പറയുന്നു. പക്ഷെ പകരം നമ്മുടെ പ്ലാനിലെ എന്റെ ഷെയർ കൂട്ടണമെന്നും കിട്ടുന്നതിൽ പകുതി തരണമെന്നും ബെന്നി റോണിയോട് പറയുന്നു. മെറിനും റോണിയും തമ്മിൽ ഇടയ്ക്കിടെ വഴക്കിടാറുണ്ടായിരുന്നു. അതിന്റെ പേരിൽ മെറിൻ സൂയിസൈഡ് ചെയ്താണെന്ന് വരുത്തി തീർക്കാനും ബെന്നി തീരുമാനിക്കുന്നു. മെറിൻ സൂയിസൈഡ് ചെയ്യുന്നതിന് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് റോണിയെ അറസ്റ്റ് ചെയ്യുമെന്നും അതാകുമ്പോൾ ആർക്ക് സംശയം തോന്നില്ലെന്നും ബെന്നി പറയുന്നു. കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ചു നാൾ ഒന്ന് ഒതുങ്ങി നടക്കണമെന്നും അത് കഴിയുമ്പോൾ ആളുകൾ ഇതെല്ലാം മറന്നുകൊള്ളുമെന്നും ബെന്നി റോണിയോട് പറഞ്ഞിരുന്നു. ഇനി അഥവാ മെറിന്റേത് കൊലപാതകം എന്ന് തെളിഞ്ഞാൽ ആന്റണി കുറ്റമേൽക്കണമെന്നായിരുന്നു ബെന്നി പറഞ്ഞിരുന്നത്. ശേഷം അവര് മൂന്നുപേരും കൂടിയാണ് മെറിനെ പാലത്തിൽ നിന്ന് താഴേക്കിടുന്നത്. ബെന്നിയുടെ കൺഫെഷൻ കൂടിയായതോടെ ശങ്കർ കേസ് തെളിയിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. മെറിന്റെ കേസ് തെളിയിച്ചതിന് കമ്മീഷണർ ശങ്കറിനെ അഭിനന്ദിക്കുന്നു. പക്ഷെ ഇതിന്റെ ക്രെഡിറ്റ് ആനന്ദിന് കൂടി അവകാശപ്പെട്ടതാണെന്ന് ശങ്കർ പറയുന്നു. ആനന്ദിന്റെ മെഡിക്കൽ ടെസ്റ്റിന്റെ കാര്യം ഒന്നുകൂടി പരിഗണിക്കാൻ തീരുമാനിച്ച കാര്യവും കമ്മീഷണർ അവനെ അറിയിക്കുന്നു. പക്ഷെ മെഡിക്കലി ഫിറ്റ് അല്ലാത്ത തനിക്ക് ഈ ജോലി ചെയ്യാൻ അർഹതയില്ലെന്ന് ആനന്ദ് മറുപടി പറയുന്നു. മെന്റലി ഫിറ്റ് ആവണമെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ മറക്കേണ്ടി വരും. തനിക്കതിന് കഴിയില്ലെന്നും അമ്മയാണ് തനിക്ക് എല്ലാമെന്നും ആനന്ദ് അവരോട് പറയുന്നു. അങ്ങനെ മെറിൻ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും മകളുടെ ആത്മാവിന് നീതി വാങ്ങിക്കൊടുത്തതിന് മെറിന്റെ പേരൻസ് ആനന്ദിന് നന്ദി പറയുന്നതും കാണിക്കുന്നു. കേസ് തെളിയിക്കാൻ സഹായിച്ചതിന് ആനന്ദിനോടുള്ള നന്ദി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ശങ്കർ പങ്കുവയ്ക്കുന്നു. ശേഷം ശങ്കർ ആനന്ദിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. നിന്റെ അമ്മ എവിടെയാണെങ്കിലും ഇത് അമ്മയ്ക്കുള്ള എന്റെ സല്യൂട്ട് ആണെന്ന് പറഞ്ഞ് ശങ്കർ ശൂന്യതയിലേക്ക് നോക്കി സല്യൂട്ട് ചെയ്യുന്നു. ഈ സമയം ആനന്ദിന്റെ തൊട്ടടുത്ത് അവന്റെ അമ്മ നിൽക്കുന്നതായി നമ്മളെയും കാണിക്കുന്നു. ഇതോടുകൂടി ഈ മൂവി അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.